ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് മെയ് 19 ചൊവ്വാഴ്ച, പെന്തക്കുസ്ത തിരുനാളിന് ഒരുക്കമായിട്ട് നമ്മൾ നടത്തുന്ന നൊവേനയുടെ 5-ാം ദിവസം. ഇന്നത്തെ ധ്യാനത്തിൽ നിത്യസഹായകനായ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തെക്കുറിച്ചാണ് ധ്യാനിക്കേണ്ടത്. സാധാരണ ദിവസത്തെ പോലെ തന്നെ പ്രാരംഭഗാനം, അതിനുശേഷം മനസ്താപ പ്രാർത്ഥന, എളിമയുടെ പ്രാർത്ഥന, പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന ആദ്യ ദിവസങ്ങളിലേതുപോലെ തന്നെ. അതിനുശേഷം ഇന്നത്തെ വചന ശുശ്രൂഷയിൽ ഗലാത്യ 3-ാം അധ്യായം 24 മുതൽ 28 വരെയാണ് വായിക്കേണ്ടത്. സുവിശേഷം മത്തായി 17:1 മുതൽ 9 വരെ. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എവിടെയും നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്, പക്ഷേ നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. പരിശുദ്ധാത്മാവ് യേശുവിലും യേശുവിൻ്റെ അമ്മയിലും ഒരേപോലെ പ്രവർത്തിച്ചിട്ടുണ്ട്, ആവസിച്ചിട്ട്. രൂപാന്തരീകരണ വേളയിൽ മേഘപാളികളിൽ അവിടുന്ന് ചുഴന്നിറങ്ങിയിട്ടുണ്ട്, പരിസരം പ്രകാശമാനമാക്കി. അവിടെ കാണാൻ നിന്നവരും യേശുവും മോശയും ഏലിയായും പിന്നെ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, അവരിലും ഈ പ്രകാശവലയം വന്നു. സ്വർഗാരോഹണത്തിൽ യേശു പ്രത്യക്ഷപ്പെട്ടു. ഇതുപോലെ തന്നെ രണ്ടാമത്തെ ആഗമനത്തിലും ഇതേ അനുഭവം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ, യേശുവിൻ്റെ 2-ാം വരവ്, അതാണ് ക്രിസ്ത്യാനിയുടെ പ്രതീക്ഷ. ദൈവത്തോടൊപ്പം വസിക്കാനുള്ള ആ വരവ്. അതിന് പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയണം. ഈ ചിന്തകൾ നമുക്ക് മനസ്സിൽ വെച്ചുകൊണ്ട് സമാപന പ്രാർത്ഥന നമുക്ക് ചൊല്ലാം. പ്രിയ കൂട്ടുകാരെ, പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് മനുഷ്യർക്ക് സംഭവിക്കുക? നമുക്കറിയാമല്ലോ, ശരീരവും ആത്മാവും പരിശുദ്ധാരൂപിയും കൊണ്ട് സംയോജിപ്പിച്ചതാണ് മനുഷ്യൻ. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ വേണം, ഇല്ലെങ്കിൽ മനുഷ്യൻ മനുഷ്യനല്ലാതാകും. അപ്പോൾ ആ ആത്മാവിന് വേണ്ടി നമ്മൾ എന്തുമാത്രം പ്രാർത്ഥിക്കണം. കൊർണേലിയൂസ് എലാപ്പിഡെ പറയുന്നത്, ആത്മാവ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ ശരീരത്തിന് മുമ്പ് എങ്ങുമില്ലാത്ത പോലെ പ്രകാശവും ജീവനും നൽകുന്നു എന്നാണ്. പല വിശുദ്ധരും പല അനുഭവങ്ങളാണ് പരിശുദ്ധാരൂപിയെക്കുറിച്ച് പറയുന്നത്. പരിശുദ്ധാത്മാവ് വിശുദ്ധ ഏഞ്ചലയോട് പറഞ്ഞത്, നിന്നിലേക്ക് കടന്നു വന്ന പരിശുദ്ധാരൂപിയാണ് ഞാൻ. നീ ഒരിക്കലും രുചിക്കാത്തത്ര ആഹ്ലാദം ഞാൻ തരും. ഞാൻ നിന്നോടൊപ്പം എപ്പോഴുമുണ്ട്. നിന്നിൽ സന്നിഹിതനാണ് ഞാൻ. നിൻ്റെ പതിയാണ് ഞാൻ. ഒരിക്കലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് ഭർത്താവാണ്, മണവാളനാണ്. വാഴ്ത്തപ്പെട്ട ഹെൻറി സൂസയോട് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ കാവൽ മാലാഖ പറഞ്ഞത്രേ, എൻ്റെ മാറിടത്തിൽ നീ നിൻ്റെ കണ്ണുകളെ ഉറപ്പിക്കുക എന്ന്. വാഴ്ത്തപ്പെട്ട ഹെൻറി അതുപോലെ ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം സുതാര്യമായിട്ട് ആത്മാവിൽ അദ്ദേഹം ദൈവത്തെ കണ്ടു എന്നാണ് പറയുന്നത്. സിയന്നയിലെ വിശുദ്ധ കേദറിനോട് കർത്താവ് പറഞ്ഞു, നിൻ്റെ ആത്മാവിൽ നീ എന്നെ ധ്യാനിക്കുക, ഞാനാണ് നിൻ്റെ സൃഷ്ടാവെന്ന് അപ്പോൾ നീ അറിയും. യേശുവിലെ വിശുദ്ധ തെരേസ പറയുന്നത്, നമ്മുടെ ആത്മാവ് ഒരു ചെറിയ പർദീസയാണെന്നാണ്. അവിടെ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവ് തൻ്റെ വാസമുറപ്പിക്കുന്നു. നമ്മുടെ ഹൃദയമാകുന്ന, നമ്മുടെ ആത്മാവാകുന്ന ഒരു ചെറിയ പർദീസയിൽ. അപ്പോൾ നമ്മുടെ ഹൃദയം പർദീസ പോലെ ആയിരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയ്ക്കണം. വിശുദ്ധ ഫിലിപ്പ് നേരിയുടെ അനുഭവം ഇങ്ങനെയാണ്.
പരിശുദ്ധാരൂപിയെ തരണമെന്ന് ദൈവത്തോട് യാചിച്ചപ്പോൾ ഒരു അഗ്നിഗോളം തൻ്റെ വായിലൂടെ പ്രവേശിച്ച് നെഞ്ചിലേക്ക് കടക്കുന്നതായിട്ട് വിശുദ്ധ ഫിലിപ്പ് കണ്ടു. നിലത്ത് വീണ് കിടന്ന് വസ്ത്രം വലിച്ചു കീറി പറിക്കുന്ന അത്ര കഠിനമായിരുന്നത്രേ അതുണ്ടാക്കിയ ചൂട്. പക്ഷേ അത്ഭുതമുളവാക്കുന്നൊരു സന്തോഷം തൻ്റെ ആത്മാവിൽ നിറയുന്നതായി അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹത്തിൻ്റെ ഹൃദയം വികസിച്ചു. അതിന് തടസ്സമില്ലാതെ മിടിക്കാൻ അദ്ദേഹത്തിൻ്റെ 2 വാരിയെല്ലുകൾ തകർന്നുപോയി. എന്നിട്ടും അദ്ദേഹത്തിന് വേദന തോന്നിയില്ല. വിശുദ്ധ കുർബാന അർപ്പിച്ചപ്പോൾ അല്ലെങ്കിൽ ദിവ്യകാരുണ്യം നൽകിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരമാസകലവും അതുവഴി അൾത്താരയും വിറയ്ക്കുന്ന തരത്തിലായിരുന്നത്രേ അദ്ദേഹത്തിൻ്റെ സന്തോഷം. ചിലപ്പോൾ കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുമെന്ന്, ഇത്തരം ആഹ്ലാദം എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, കർത്താവേ ഇതൊന്ന് നിർത്തണമേ, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും. പരിശുദ്ധനായ ക്യൂവർ ഡി ആർസ് പറയുന്നത്, പരിശുദ്ധാരൂപിയെ സ്നേഹിക്കുന്നവർ തങ്ങൾക്കുള്ളിൽ എല്ലാത്തരം സന്തോഷവും അനുഭവിക്കും എന്നാണ്. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ആത്മാവിൽ ഒരു പറുദീസ സൃഷ്ടിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഇത്രയും വലിയ സന്തോഷം പരിശുദ്ധാരൂപി ഉള്ളിൽ വന്നാൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാരൂപി ഉണ്ടോ എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. എത്ര വലിയ ആനന്ദമാണ് പരിശുദ്ധാരൂപി നമ്മളിൽ വന്നാലുണ്ടാവുക. നമുക്ക് ഈ പരിശുദ്ധാരൂപിയുടെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് നമുക്ക് 1000 തവണ ചൊല്ലാം, പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് വാസം ചെയ്യണമേ, പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് വാസം ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുവഴി പരിശുദ്ധാത്മാവിനെ നമ്മൾ നമ്മളിലേക്ക്, ഹൃദയത്തിലേക്ക് ക്ഷണിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് വസിച്ച് ഈ പറയുന്ന വിശുദ്ധർക്കൊക്കെ ഉണ്ടായിട്ടുള്ള ആഹ്ലാദം നമുക്കും ലഭിക്കാൻ നമുക്ക് പരിശുദ്ധാരൂപിയോട് തന്നെ യാചിക്കാം. ദൈവം തൻ്റെ ആത്മാവിൻ്റെ ദാനഫലങ്ങളാൽ നമ്മെ പൂർണ്ണമായി നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ. Hallelujah, hallelujah.